നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരുന്നു. 20 വർഷം തടവും 50,000 രൂപ പിഴയും. പ്രധാന പ്രതിയെന്ന് സംശയിച്ചിരുന്ന ദിലീപിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു വീഡിയോ ചർച്ചയാകുകയാണ്. കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കേസിൽ താൻ പ്രതിയല്ലെന്നും തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നുമാണ് മാർട്ടിൻ പറയുന്നത്. അതുകൂടാതെ ഈ കേസ് കെട്ടിച്ചമച്ച ഒന്നാണെന്നും ദിലീപിനോട് വ്യക്തിവൈരാഗ്യവും പകയുമുള്ള അതിജീവിതയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്ന് ദിലീപിനെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി ചെയ്ത കേസാണെന്നുമാണ് ഇതിനെക്കുറിച്ച് മാർട്ടിൻ പറയുന്നത്. ഈ വീഡിയോ പുറത്തു വന്നതോടെ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുകയും പരാതി നൽകുകയും ചെയ്തു. ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ്. കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. കേസിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ കരുവാക്കിയതാണെന്ന നിലപാടാണ് മാർട്ടിൻ സ്വീകരിച്ചത്. ആക്രമണം നടന്ന ദിവസം നടി സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്നത് മാർട്ടിൻ ആയിരുന്നു. എന്നാൽ പൾസർ സുനിയും സംഘവും കാറിൽ അതിക്രമിച്ച് കയറിയപ്പോൾ താൻ നിസ്സഹായനായിരുന്നുവെന്നും തനിക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നുമാണ് മാർട്ടിൻ കോടതിയിൽ വാദിച്ചിരുന്നത്. പിന്നീട് ജയിലിൽ കഴിയുന്ന സമയത്തും കോടതിയിലേക്കുള്ള യാത്രക്കിടയിലും മാർട്ടിൻ നടത്തിയ ചില പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ്. വമ്പൻ സ്രാവുകൾ ഇനിയും പുറത്തുണ്ട്. കേസിൽ ദിലീപ് അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥ പ്രതികൾ പുറത്താണെന്നും തങ്ങളെപ്പോലെയുള്ളവരെ കരുവാക്കുകയാണെന്നും മാർട്ടിൻ ആരോപിച്ചിരുന്നു. എന്നാൽ വിചാരണയുടെ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ഭീഷണി മൂലമാണ് താൻ ദിലീപിനെതിരെ സംസാരിച്ചതെന്നും തനിക്ക് ദിലീപിനെ അറിയില്ല എന്നും മാർട്ടിൻ തിരുത്തി പറഞ്ഞു. ഇത് കേസിൽ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി. പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും ഉന്നതരുടെ പേര് പറയാൻ നിർബന്ധിച്ചുവെന്നാണ് മാർട്ടിൻ കോടതിയിൽ പറഞ്ഞത്. ദിലീപിനെ കേസിൽ കുടുക്കാൻ പോലീസ് തന്നെ സാക്ഷിയാക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ താൻ അതിന് തയ്യാറായില്ലെന്നും മാർട്ടിൻ ആരോപിച്ചു. വിചാരണ കോടതിയിൽ പലപ്പോഴും മാർട്ടിൻ പൊട്ടിത്തെറിക്കുകയും തനിക്ക് നീതി ലഭിക്കില്ലെന്ന് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. താൻ 6 വർഷത്തോളം ജയിലിൽ കിടന്നത് മറ്റാരുടെയോ കുറ്റത്തിനാണെന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. കഴിഞ്ഞ ദിവസമാണ് കേസിലെ വിധി വന്നത്. മാർട്ടിൻ അടക്കമുള്ള 6 പ്രതികൾക്ക് 20 വർഷത്തെ തടവും 50,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. എന്നാൽ കേസിലെ മുഖ്യ പ്രതിയെന്ന് സംശയിച്ചിരുന്ന ദിലീപിനെ കോടതി വെറുതെ വിടുകയായിരുന്നു. ഇതിന്റെ പേരിൽ നിരവധി പ്രശ്നങ്ങളും ആരോപണങ്ങളും ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സാമൂഹിക മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പല ആളുകളും ദിലീപ് കുറ്റക്കാരനാണെന്ന പക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മാർട്ടിന്റെ ഈ വീഡിയോ പുറത്താകുന്നത്. വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിജീവിതയും സുഹൃത്തുക്കളും ചേർന്ന് ദിലീപിനെ കുടുക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് ഈ കേസ് എന്നാണ്. ഇതൊരു വ്യാജമായ കേസാണ്. അതിജീവിതയ്ക്ക് ദിലീപിനോടുള്ള കടുത്ത പക അത് മാത്രമാണ് ഈ കേസിലേക്ക് നയിച്ചിരിക്കുന്നത്. ദിലീപിനെ എങ്ങനെയെങ്കിലും കേസിൽ കുടുക്കുകയും അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാനും വേണ്ടിയാണ് ഈ ഒരു കേസ് കെട്ടിച്ചമച്ചത്. സാക്ഷിയാണെന്ന് പറയപ്പെടുന്ന അതിജീവിതയുടെ സുഹൃത്തുക്കളും ഈ കേസിലെ പ്രധാന കുറ്റക്കാരാണെന്ന് മാർട്ടിൻ പറയുന്നു. കൂടാതെ മാർട്ടിന് ഈ കേസിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു എന്നും. മാർട്ടിന്റെ വീഡിയോ പുറത്തിറങ്ങിയതോടെ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് വീണ്ടും ഒരു പരാതി നൽകിയിരിക്കുന്നു. തന്റെയും തന്റെ സുഹൃത്തുക്കളുടെയും പേരും മറ്റും മാർട്ടിൻ മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നും കേസിനെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകാനാണ് മാർട്ടിൻ ശ്രമിക്കുന്നത് എന്നുമാണ് പരാതി. മുഖ്യമന്ത്രി ഈ പരാതി സ്വീകരിക്കുകയും തുടർ നടപടികൾക്ക് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കോടതിയിൽ കേസ് അവസാനിച്ചെങ്കിലും സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് അതിജീവിത. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.